നമസ്കാരം. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹമാണ് ശുക്രൻ. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്ന ഗ്രഹമെന്നൊരു വിശേഷണവും ശുക്രനുണ്ട്. ശുക്രൻ ഇപ്പോൾ നിലവിൽ സ്വന്തം രാശിയായ ഇടവൻ രാശിയിലൂടെയാണ് സഞ്ചാരം. ഇത് ജൂലൈ 26 വരെ ഇങ്ങനെ തുടരും. ശുക്രന്റെ ഇടവൻ രാശിയിലൂടെയുള്ള സഞ്ചാരം ഒരേ സമയം 2 രാജയോഗങ്ങൾ സൃഷ്ടിച്ചു. സ്വരാശിയിൽ മാളവ്യ രാജയോഗം സൃഷ്ടിച്ചത് കൂടാതെ തുലാൻ രാശിയിൽ വിപരീത രാജയോഗവും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് 3 രാശികളിലായി ജനിച്ച 9 നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ നൽകും. ഇതുവഴി ഇവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കുടുംബ അംഗങ്ങൾക്കിടയിൽ സ്നേഹവും സഹകരണവും നിലനിൽക്കും. കുടുംബത്തിൽ മംഗള കർമ്മങ്ങൾ നടക്കും. ഈ ഒരു സമയത്ത് ഏത് കാര്യത്തിനായി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും ശംഭോ മഹാദേവ എന്നൊന്ന് കമന്റ് ചെയ്യണേ. കർക്കടകം, പുണർദം, പൂയം, ആയില്യം, തുലാം, ചിത്തിര, ചോതി, വിശാഖം, കുംഭം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി.